കണ്ണിനെ ബാധിക്കുന്ന ചില രോഗങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ലെൻസുകളെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ആദ്യം ഹ്രസ്വദൃഷ്ടി. ഹ്രസ്വദൃഷ്ടി എന്ന് വെച്ചാൽ അകലെയുള്ള വസ്തുക്കളെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഹ്രസ്വദൃഷ്ടിയുള്ള ആൾക്കാർക്ക് അകലെയുള്ള വസ്തുക്കളെ കാണാൻ പ്രയാസം ഉണ്ടാവും. ഹ്രസ്വദൃഷ്ടി എന്ന് വെച്ചാൽ എന്താ? അകലെയുള്ള വസ്തുക്കളെ കാണാൻ പ്രയാസം അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയാണ്, കണ്ണിൻ്റെ രോഗാവസ്ഥയാണ് ഹ്രസ്വദൃഷ്ടി എന്ന് പറയുന്നത്. ഹ്രസ്വദൃഷ്ടി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലെൻസാണ് കോൺകേവ് ലെൻസ്. ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന യൂസ് ചെയ്യുന്ന ലെൻസ് കോൺകേവ് ലെൻസാണ് കേട്ടോ. അപ്പോൾ ഹ്രസ്വദൃഷ്ടി എന്ന് വെച്ചാൽ അകലെയുള്ള വസ്തുക്കളെ കാണാൻ ബുദ്ധിമുട്ട് വരുന്ന അവസ്ഥ, അതാണ് ഹ്രസ്വദൃഷ്ടി. ഹ്രസ്വദൃഷ്ടിക്കുള്ള മറ്റൊരു പേരാണ് മയോപ്പിയ. ഹ്രസ്വദൃഷ്ടിക്കുള്ള മറ്റൊരു പേരാണ് മയോപ്പിയ. അപ്പോൾ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. ഹ്രസ്വദൃഷ്ടി എന്ന് വെച്ചാൽ അകലെയുള്ള വസ്തുക്കളെ കാണാൻ പ്രയാസം അനുഭവപ്പെടുന്ന ഒരു രോഗാവസ്ഥ, കണ്ണിൻ്റെ രോഗാവസ്ഥയാണ് ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്പിയ. ഇത് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺകേവ് ലെൻസാണ്. കോൺകേവ് ലെൻസാണ്. അപ്പോൾ ഹ്രസ്വദൃഷ്ടി അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റിന് മയോപ്പിയ ഇതിന് ഉപയോഗിക്കുന്നത് കോൺകേവ് ലെൻസാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ ദീർഘദൃഷ്ടി. ദീർഘദൃഷ്ടി എന്ന് വെച്ചാൽ അടുത്തുള്ള വസ്തുക്കളെ കാണാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അടുത്തുള്ള വസ്തുക്കളെ കാണാൻ ബുദ്ധിമുട്ട് വരുന്ന അല്ലെങ്കിൽ അടുത്തുള്ള വസ്തുക്കളെ കാണാൻ പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥ. അടുത്തുള്ള വസ്തുക്കൾ നമുക്ക് ഈ ദീർഘദൃഷ്ടിയുള്ള ആൾക്കാർക്ക് അടുത്തുള്ള വസ്തുക്കൾ മങ്ങിയതായിട്ട് കാണപ്പെടും. അതിനെയാണ് ദീർഘദൃഷ്ടി അഥവാ ഹൈപ്പർ മെട്രോപ്പിയ. ദീർഘദൃഷ്ടിയുള്ള ആൾക്കാർക്ക് അടുത്തുള്ള വസ്തുക്കൾ മങ്ങിയതായിട്ട് കാണപ്പെടും. ദീർഘദൃഷ്ടി പരിഹരിക്കുന്നതിനായിട്ട് കോൺവെക്സ് ലെൻസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഹ്രസ്വദൃഷ്ടി പഠിച്ചു. ഹ്രസ്വദൃഷ്ടി എന്ന് വെച്ചാൽ അകലെയുള്ള വസ്തുക്കളെ കാണാൻ പ്രയാസപ്പെടുന്ന അവസ്ഥയാണ് ഹ്രസ്വദൃഷ്ടി. ദീർഘദൃഷ്ടി അടുത്തുള്ള വസ്തുക്കളെ കാണാൻ അടുത്തുള്ള വസ്തുക്കൾ മങ്ങിയതായിട്ട് നമുക്ക് കാണപ്പെടും. ഹ്രസ്വദൃഷ്ടിക്ക് മയോപ്പിയ എന്നും ദീർഘദൃഷ്ടിക്ക് ഹൈപ്പർ മെട്രോപ്പിയ എന്നും പറയും. ഹ്രസ്വദൃഷ്ടി പരിഹരിക്കുന്നതിനായി കോൺകേവ് ലെൻസും ദീർഘദൃഷ്ടി പരിഹരിക്കുന്നതിനായി കോൺവെക്സ് ലെൻസും യൂസ് ചെയ്യുന്നു. അടുത്ത് കണ്ണിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് അസ്റ്റിഗ്മാറ്റിസം എന്ന് വെച്ചാൽ അടുത്തുള്ളതും അകലെയുള്ളതുമായ വസ്തുക്കൾ, നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച അടുത്തും കാണില്ല അകലെയും മങ്ങിയ ഒരു അവസ്ഥയ്ക്ക് ആണ് അസ്റ്റിഗ്മാറ്റിസം. കണ്ണിൻ്റെ ഒരു മങ്ങിയ അവസ്ഥ, അടുത്തുള്ള വസ്തുക്കളും മങ്ങിയതായിട്ട് കാണപ്പെടും, അകലെയുള്ള വസ്തുക്കളും മങ്ങിയതായിട്ട് കാണപ്പെടും. ഇത് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് ടോറിക് ലെൻസ്. അസ്റ്റിഗ്മാറ്റിസം പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് ടോറിക് ലെൻസ്. ഇത് കണ്ണിൻ്റെ കോർണിയയുടെ വളവുകൾ ക്രമരഹിതമായിരിക്കും. ഈ അവസ്ഥ ഉണ്ടാകുന്ന ആൾക്കാർക്ക് കോർണിയയ്ക്കുണ്ടാകുന്ന ക്രമരഹിതമായ വളവുകളാണ് ഇതിന് കാരണം, അസ്റ്റിഗ്മാറ്റിസത്തിന് കാരണം. നെക്സ്റ്റ് കണ്ണിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഗ്ലോക്കോമ. ഗ്ലോക്കോമ എന്ന് പറയുന്നത്. ഗ്ലോക്കോമ എന്ന് വെച്ചാൽ കണ്ണിനകത്തൊരു പ്രഷറുണ്ട്. ആ സമ്മർദ്ദം കൂടിയിട്ട് നേത്രനാടികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നമാണ് ഗ്ലോക്കോമ എന്ന രോഗത്തിന് കാരണം. അതായത് കണ്ണിൻ്റെ ഉള്ളിൽ കണ്ണിൻ്റെ പ്രഷർ കൂടിയിട്ട് സമ്മർദ്ദം കൂടിയിട്ട് നേത്രനാടികൾക്കുണ്ടാകുന്ന പ്രശ്നമാണ് ഈ ഗ്ലോക്കോമ എന്ന കണ്ണിൻ്റെ രോഗാവസ്ഥയ്ക്ക് കാരണം. ഇത് നമ്മുടെ ലേസർ വെച്ചിട്ടും പിന്നെ ഓപ്പറേഷൻ, കണ്ണിൻ്റെ ശസ്ത്രക്രിയയ്ക്ക് കൂടി മാത്രമേ ഇതിന് പ്രതിവിധിയുള്ളൂ. പിന്നെ ഫോട്ടോക്രോമിക് ലെൻസ്, ഇതിന്
ഫോട്ടോക്രോമിക് ലെൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ശസ്ത്രക്രിയയിലൂടെയും ലേസർ രശ്മികളുടെ ലേസർ രശ്മികൾ കടത്തിയിട്ടുള്ള ചികിത്സയിൽ കൂടിയും ഈ ഗ്ലോക്കോമ എന്ന കണ്ണിൻ്റെ രോഗാവസ്ഥ നമുക്ക് പരിഹരിക്കാൻ പറ്റും. അപ്പോൾ ഗ്ലോക്കോമ എന്ന് വെച്ചാൽ കണ്ണിൻ്റെ പ്രഷർ, കണ്ണിൻ്റെ സമ്മർദ്ദം കൂടിയിട്ട് നേത്രനാഡികൾക്കുണ്ടാകുന്ന പ്രശ്നമാണ് ഗ്ലോക്കോമ. അടുത്ത കണ്ണിൻ്റെ നെക്സ്റ്റ് വൺ പ്രസ്ബയോപ്പിയ. പ്രസ്ബയോപ്പിയ അതായത് നമ്മൾ പ്രായം കൂടുമ്പോൾ, നമുക്ക് മനുഷ്യന് പ്രായം കൂടുമ്പോൾ അടുത്തുള്ള കാഴ്ചകൾക്ക് മങ്ങൽ സംഭവിക്കും. പ്രായം കൂടുമ്പോൾ നമ്മൾ ഇങ്ങനെ ദൂരെ വെച്ചിട്ടൊക്കെ ചിലർ കാണാറില്ലേ, ആ ഒരു അവസ്ഥയാണ് പ്രസ്ബയോപ്പിയ എന്ന് വെച്ചാൽ. പ്രസ്ബയോപ്പിയ എന്ന് വെച്ചാൽ പ്രായം കൂടുമ്പോൾ അടുത്തുള്ള കാഴ്ചകൾ മങ്ങും, അതാണ് പ്രസ്ബയോപ്പിയ. ആ അവസ്ഥയാണ് പ്രസ്ബയോപ്പിയ എന്ന് വെച്ചാൽ. പ്രസ്ബയോപ്പിയ എന്ന് വെച്ചാൽ പ്രായം കൂടുമ്പോൾ കണ്ണിൻ്റെ കാഴ്ചകൾ മങ്ങും, കണ്ണിന് ഉണ്ടാകുന്ന കണ്ണിൻ്റെ കാഴ്ചയ്ക്കുണ്ടാകുന്ന മങ്ങലിനെയാണ് പ്രസ്ബയോപ്പിയ എന്ന് പറയുന്നത്. ഇതിന് പ്രത്യേകതരം ഒരു റീഡിംഗ് ഗ്ലാസ് ഒക്കെ ഉപയോഗിച്ചിട്ട്, പ്രത്യേകതരം റീഡിംഗ് ഗ്ലാസ് മീൻസ് റീഡിംഗ് ലെൻസ്, അങ്ങനത്തെ ഒരു ലെൻസ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ പ്രശ്നം നമുക്ക് ലെൻസസ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. അപ്പോൾ പ്രസ്ബയോപ്പിയ എന്ന് വെച്ചാൽ പ്രായം കൂടുമ്പോൾ അടുത്തുള്ള കാഴ്ചകൾക്കുണ്ടാകുന്ന മങ്ങൽ, ഈ ഒരവസ്ഥയ്ക്കാണ് പ്രസ്ബയോപ്പിയ എന്ന് പറയുന്നത്. പ്രസ്ബയോപ്പിയക്കുള്ള പരിഹാരം ഒരു പ്രത്യേകതരം റീഡിംഗ് ലെൻസസ്, അത് പ്രത്യേകതരം ഉണ്ടാവും, അങ്ങനത്തെ ഗ്ലാസ് ഉപയോഗിച്ചിട്ട് ഇതിനെ പരിഹരിക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് വൺ കാറ്ററാക്റ്റ്. സാധാരണ നമ്മൾ കണ്ടുവരുന്ന, ഇന്ന് വളരെയധികം എല്ലാവരും കണ്ടുവരുന്ന ഒരു കണ്ണിൻ്റെ രോഗാവസ്ഥയാണ് കാറ്ററാക്റ്റ് അല്ലെങ്കിൽ തിമിരം. കാറ്ററാക്റ്റ് അല്ലെങ്കിൽ തിമിരം ഇതെന്താ വെച്ചാൽ കണ്ണിൻ്റെ നമ്മൾ നാച്ചുറലായിട്ടുള്ള നമുക്ക് ബൈ ബർത്ത് കിട്ടുന്ന കണ്ണിൻ്റെ ലെൻസ് മങ്ങുന്ന അവസ്ഥയാണ്. മങ്ങുന്ന അവസ്ഥയാകുമ്പോൾ നമുക്ക് ആകെ ഇരുട്ട് പോലെ അല്ലെങ്കിൽ മങ്ങലൊക്കെ തോന്നും. അതാണ് കാറ്ററാക്റ്റ് എന്ന രോഗത്തിൻ്റെ അവസ്ഥ. അപ്പോൾ കാറ്ററാക്റ്റ് എന്ന് വെച്ചാൽ കണ്ണിൻ്റെ ലെൻസ്, നമ്മുടെ മനുഷ്യൻ്റെ നാച്ചുറലായിട്ടുള്ള കണ്ണിൻ്റെ ലെൻസ് മങ്ങുന്ന ഒരവസ്ഥയാണ് കാറ്ററാക്റ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ശസ്ത്രക്രിയ വഴി മാത്രമേ നമുക്ക് ശസ്ത്രക്രിയ വഴി കണ്ണിൻ്റെ നമ്മുടെ സ്വമേധയാ ഉള്ള ലെൻസ് മാറ്റിയിട്ട് ആർട്ടിഫിഷ്യൽ ലെൻസ് അതിൽ ഫിറ്റ് ചെയ്ത് വെക്കുന്നു. അങ്ങനത്തെ ശസ്ത്രക്രിയയിലൂടെ മാത്രമേ കാറ്ററാക്റ്റ് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ കാറ്ററാക്റ്റ് എന്ന് വെച്ചാൽ തിമിരം എന്ന് വെച്ചാൽ കണ്ണിൻ്റെ നാച്ചുറലായിട്ടുള്ള നമ്മുടെ മനുഷ്യ ശരീരത്തിലുള്ള കണ്ണിൻ്റെ ലെൻസ് മങ്ങുന്ന അവസ്ഥയ്ക്കാണ് കാറ്ററാക്റ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ശസ്ത്രക്രിയയിലൂടെ ആർട്ടിഫിഷ്യലായിട്ടുള്ള ലെൻസ് വെച്ച് പിടിപ്പിച്ചിട്ട് ഇത് പരിഹരിക്കാൻ പറ്റും. ഇത് എല്ലാവർക്കും ഇപ്പോൾ നമ്മുടെ നാട്ടിലെല്ലാവർക്കും സാധാരണയായിട്ട് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കണ്ണിൻ്റെ രോഗാവസ്ഥയാണ് കാറ്ററാക്റ്റ്. നെക്സ്റ്റ് വൺ ഡ്രൈ ഐ സിൻഡ്രം എന്ന് വെച്ചാൽ കണ്ണിൻ്റെ ഈർപ്പം നഷ്ടപ്പെടുന്ന അവസ്ഥ. ഈർപ്പം ഇല്ലാതാകുന്ന മാതിരി നമുക്ക് അനുഭവപ്പെടുന്ന ഒരവസ്ഥയാണ്. കണ്ണിന് എപ്പോഴും ഒരു ഈർപ്പം, ഒരു വെള്ളത്തിൻ്റെ ഒരു ജലാംശമുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത് ഇല്ലാതാവുന്ന അവസ്ഥയാണ് ഡ്രൈ ഐ സിൻഡ്രം എന്ന് പറയുന്നത്. ഇങ്ങനെ വരുമ്പോൾ കണ്ണിന് ചൂട്, കണ്ണിന് മങ്ങൽ, കണ്ണ് ഡ്രൈ ആയ പോലെയൊക്കെ വറ്റി വരേണ്ട പോലെയൊക്കെ നമുക്ക് തോന്നും. ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് സോഫ്റ്റായിട്ടുള്ള നമുക്ക് ഈർപ്പം തിരിച്ചു കിട്ടാൻ, ഈർപ്പം നമുക്ക് നിലനിർത്താൻ ഉപയോഗിക്കുന്ന ലെൻസസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ കണ്ണിൻ്റെ വേറൊരു രോഗാവസ്ഥയാണ്, കണ്ണിനെ ബാധിക്കുന്ന വേറൊരു അവസ്ഥയാണ് ഡ്രൈ ഐ സിൻഡ്രം. ഡ്രൈ ഐ സിൻഡ്രം എന്ന് വെച്ചാൽ കണ്ണിൻ്റെ ഈർപ്പം നഷ്ടപ്പെട്ട് ചൂട്, മങ്ങൽ അങ്ങനെയൊക്കെ അനുഭവപ്പെടുന്ന അവസ്ഥയാണ്. ഇത്
സോഫ്റ്റായിട്ടുള്ള നല്ല സോഫ്റ്റായിട്ടുള്ള ലെൻസ് ഉപയോഗിച്ചിട്ട് ഇത് പരിഹരിക്കപ്പെടുന്നതാണ്. നെക്സ്റ്റ് വൺ അംബ്ലിയോപ്പിയ. ഇതെന്താണെന്ന് വെച്ചാൽ അടുത്തത് അംബ്ലിയോപ്പിയ. ഇതെന്താ വെച്ചാൽ രണ്ട് കണ്ണിൽ ഒരു കണ്ണ് നമുക്ക് കൃത്യമായി പ്രവർത്തിക്കാത്തൊരവസ്ഥ. വേണ്ട പോലെ അത് ഒരു കണ്ണ് പ്രവർത്തിക്കാത്ത പോലെ നമുക്ക് തോന്നും. അതായത് നമ്മുടെ തലച്ചോറിൻ്റെ ഇൻസ്ട്രക്ഷനൊന്നും കിട്ടാത്ത പോലെയും ഒക്കെ നമുക്കൊരു കുഴപ്പമുള്ള പോലെയൊക്കെ തോന്നും. ഇതിൻ്റെ എന്താ പ്രശ്നം എന്നൊക്കെ നോക്കിയിട്ട് അംബ്ലിയോപ്പിയ എന്താ പ്രശ്നം എന്നൊക്കെ നോക്കിയിട്ട് അങ്ങനത്തെ ലെൻസ് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ലെൻസസ് ഉണ്ടല്ലോ, അതുപയോഗിച്ചിട്ട് ഈ അംബ്ലിയോപ്പിയ നമുക്ക് പരിഹരിക്കപ്പെടുന്നതാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഹ്രസ്വദൃഷ്ടി പഠിച്ചു, അല്ലെങ്കിൽ മയോപ്പിയ. ഹ്രസ്വദൃഷ്ടി അല്ലെങ്കിൽ മയോപ്പിയ, അത് പരിഹരിക്കുന്ന ലെൻസാണ് കോൺകേവ് ലെൻസ്. നെക്സ്റ്റ് വൺ ദീർഘദൃഷ്ടി അല്ലെങ്കിൽ ഹൈപ്പർ മെട്രോപ്പിയ പരിഹരിക്കുന്നതിനുള്ള ലെൻസാണ് കോൺവെക്സ് ലെൻസ്. അടുത്തത് അസ്റ്റിഗ്മാറ്റിസം, അകലെയുള്ള വസ്തുക്കൾ നമുക്ക് കാഴ്ചകൾ മങ്ങിയ പോലെ തോന്നും, അത് ആണ് അസ്റ്റിഗ്മാറ്റിസം. ദീർഘദൃഷ്ടി കോൺവെക്സ് ലെൻസ്. ദീർഘദൃഷ്ടി എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക, അടുത്തുള്ള വസ്തുക്കൾ നമുക്ക് മങ്ങിയതായിട്ട് കാണും. ദീർഘദൃഷ്ടിയുള്ളവർക്ക് അടുത്തുള്ള വസ്തുക്കൾ മങ്ങിയതായിട്ട് കാണും. ഗ്ലോക്കോമ എന്ന് വെച്ചാൽ അടുത്തൊരു കണ്ണിൻ്റെ രോഗാവസ്ഥയാണ് ഗ്ലോക്കോമ എന്ന് വെച്ചാൽ കണ്ണിൻ്റെ പ്രഷർ കൂടിയിട്ട് നേത്രനാഡികൾക്കുണ്ടാകുന്ന പ്രശ്നമാണ് ഗ്ലോക്കോമ. നെക്സ്റ്റ് വൺ പ്രസ്ബയോപ്പിയ പഠിച്ചു. പ്രസ്ബയോപ്പിയ എന്ന് വെച്ചാൽ പ്രായം കൂടുമ്പോൾ അടുത്തുള്ള വസ്തുക്കൾ കാഴ്ചകൾ മങ്ങിയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും, അതാണ് പ്രസ്ബയോപ്പിയ. നെക്സ്റ്റ് വൺ തിമിരം. എല്ലാവർക്കും ഇപ്പോൾ എന്താ പറയുക, കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു കണ്ണിൻ്റെ അവസ്ഥയാണ് തിമിരം അല്ലെങ്കിൽ കാറ്ററാക്ട്. ഇത് കണ്ണിൻ്റെ നമ്മുടെ നാച്ചുറലായിട്ടുള്ള ലെൻസ് മാറ്റിയിട്ട് പുതിയ തരം ആർട്ടിഫിഷ്യലായിട്ടുള്ള ലെൻസ് വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ശസ്ത്രക്രിയയിലൂടെ നമുക്ക് ഇത് പരിഹരിക്കപ്പെടാം. നെക്സ്റ്റ് വൺ ഡ്രൈ ഐ സിൻഡ്രം മീൻസ് കണ്ണ് ഡ്രൈ ആവുക, കണ്ണിൻ്റെ ഈർപ്പം നഷ്ടപ്പെടുക, അല്ലെങ്കിൽ മൂടൽ ഇതുപോലെയൊക്കെ തോന്നുക. ഇത് നമുക്ക് സോഫ്റ്റ് ഗ്ലാസ് ഉപയോഗിച്ചിട്ട് മോയ്സ്ചർ അടങ്ങിയ സോഫ്റ്റ് ഗ്ലാസ് ഉപയോഗിച്ചിട്ട് ഇത് പരിഹരിക്കപ്പെടും. ലാസ്റ്റ് വൺ അംബ്ലിയോപ്പിയ എന്ന് വെച്ചാൽ രണ്ട് കണ്ണിലും ഒരു കണ്ണ് വേണ്ട പോലെ പ്രവർത്തിക്കാത്ത അവസ്ഥ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.